സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്ത് നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ദിവസമാകട്ടെ. നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോമ്പിന്റെ കാലം അനുഗ്രഹത്തിന്റെ കാലമാണ് എന്ന് പറയുവാനുള്ള ഒരു കാരണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ വിശുദ്ധീകരണം നമ്മൾ നേടിയെടുക്കുമ്പോൾ ദൈവത്തിന് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും കൂടുതൽ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ജീവിത വിശുദ്ധീകരണത്തിലും നമ്മൾ ആയിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് നോമ്പിന്റെ കാലഘട്ടം കൂടുതൽ അനുഗ്രഹദായകമായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ ഇന്ന് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കിഷ്ടപ്പെട്ട ഭക്ഷണ വസ്തുക്കളും മറ്റ് കാര്യങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റിവെച്ച് കഴിയുമ്പോൾ അതിലൂടെ നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പാപമേഖലകളെ ഉപേക്ഷിക്കുകയും കുംഭസാരത്തിലൂടെ വന്നുപോയ വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ നോമ്പുകാലം അനുഗ്രഹദായകമായിട്ട് മാറുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. തിന്മയെ നശിപ്പിക്കുന്നിടത്തെ ദൈവിക സാന്നിധ്യം ഉണ്ടാകൂ എന്ന് നീ മറന്നു പോകരുത്. നിന്റെ ജീവിതത്തിൽ തിന്മയുണ്ട് എങ്കിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിന്റെ കുടുംബത്തിൽ തിന്മയുണ്ട് എങ്കിൽ ദൈവത്തിന് നിന്റെ കുടുംബത്തിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാൻ സാധിക്കുകയില്ല. നീ ആയിരിക്കുന്നിടത്തില് നീ നിന്റെ ജീവിതത്തിൽ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ജീവിതം നൽകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക, അനുഗ്രഹത്തിന്റെ വഴി തിന്മയെ വെറുക്കലാണ്, അഭിഷേകത്തിന്റെ വഴി തിന്മയെ വെറുക്കലാണ്, കൃപയുടെ വഴി തിന്മയെ വെറുക്കലാണ്. അപ്പൊ നിന്റെ ജീവിതത്തില് നീ തിന്മയെ വെറുത്തു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് ജോഷുവ പ്രവാചകനിലൂടെ അരുൾ ചെയ്യപ്പെടുക. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നീ ഇന്നായിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തിന്മകൾ ഉണ്ട് എങ്കിൽ ആ തിന്മയെ വിട്ടുപേക്ഷിക്കുവാനും കൂടുതൽ നന്മയിലേക്ക്, കൂടുതൽ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരുവാനും പരിശ്രമിക്കുക. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. മറക്കരുത്, തിന്മയെ വെറുക്കലാണ് ദൈവാനുഗ്രഹത്തിന്റെ വഴി. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, തിന്മയെ വെറുക്കലാണ് അനുഗ്രഹത്തിന്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിന്ന് തിന്മയെ വെറുത്തുപേക്ഷിക്കുവാനുള്ള കൃപ ഈ മക്കൾക്ക് കൊടുക്കണമേ. തിന്മയുടെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ ആത്മാവിനാൽ ഇവരെ നയിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതങ്ങളും ഇവരുടെ കുടുംബാംഗങ്ങളിലേക്കും കൃപയൊഴുകട്ടെ. അങ്ങയുടെ ശക്തി ഇവരിൽ നിറയട്ടെ, അഭിഷേകം ഇവരിൽ നിറയട്ടെ. എല്ലാ ബന്ധനങ്ങളും ഇവരിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. എല്ലാ പൈശാചിക ശക്തികളും വിട്ടുമാറട്ടെ. എല്ലാ ദുർശക്തികളും വിട്ടുമാറട്ടെ. എല്ലാ ശാപശക്തികളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.